Hi, hello, welcome to yet another video of Garage 51. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമറിൻ്റെ ചോയ്സ് അനുസരിച്ചിട്ട് ഈ വണ്ടി ഓൾ ഇന്ത്യ ട്രിപ്പിന് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് ചെയ്തു കൊടുത്തതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ വണ്ടിയുടെ ഫിനിഷിംഗ് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സൽമാൻ ഭായിനോട് തന്നെ നേരിട്ട് ചോദിക്കാം എന്തൊക്കെ പണി കഴിയാനായോ എന്നുള്ളതൊക്കെ. അപ്പോൾ സൽമാൻ ഭായ്, गाड़ी का वर्क കഴിഞ്ഞോ? थोड़ा अभी बाकी है करने के लिए. എനിക്ക് ഇന്ത്യൻ അറിയൊന്നുമില്ല കേട്ടോ, എന്നാലും കുറച്ചറിയാം. ये गाड़ी का क्या काम किया? ये गाड़ी का ये लाइट साइड का फिट किया, ओके, हेडलाइट का बल्ब चेंज किया, पूरा क्रैश गार्ड चेंज किया और इसका चेन पॉकेट भी चेंज किया और खुश रबड़ भी चेंज किया. बेयरिंग में पूरा लुब्रिकेशन किया, ग्रीस सब कुछ डाला और ये भी इधर का कैन है ये भी फिट किया, जेरी कैन. हाँ, पूरा गाड़ी का चेकिंग किया. चेकिंग. ये गाड़ी अच्छा है, अभी कंडीशन अच्छा है, चला के देखा. ये ऑल इंडिया ट्रिप का रेडी है. हाँ, यस, रेडी. ओके ഓക്കെ, ഡൺ. യെസ്. നമ്മുടെ സൽമാൻ ഭായ് പറയുന്നത് ഈ വണ്ടി ഫുള്ളി കണ്ടീഷൻ ആക്കി കൊടുത്തിട്ടുണ്ട്, ഓൾ ഇന്ത്യ ട്രിപ്പിന് റെഡി ആക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫെൻഡർ എന്നുള്ളൊരു ആക്സസറി പ്രൊഡക്റ്റാണിത്. ഇത് നമ്മൾ ബ്ലാക്ക് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കസ്റ്റമറിൻ്റെ ചോയ്സ് അനുസരിച്ച് ആളൊരു ബ്ലൂ റാപ്പ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ആൾ ഇവിടെയും റാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ക്രാഷ് ഗാർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെജൻഡറിയുടെ കസ്റ്റം ബിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ അപ്പറും ലോവറും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫെൻഡറിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമലി BMW പോലുള്ള വണ്ടികൾക്കാണ് ഇങ്ങനത്തെ ഫെൻഡറൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിതിന് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്ത് കൊടുത്തിക്കാണ്. പിന്നെ ഈ ഒരു ആക്സസറി പ്രൊഡക്റ്റ് നമ്മൾ നമ്പർ പ്ലേറ്റ് ഹോൾഡറാണ്. അപ്പോൾ നമ്പർ പ്ലേറ്റിൻ്റെ വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ റേസിൻ്റെ ഒരു ടയർ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ടയറൊക്കെ ഒരു ബെസ്റ്റ് ടയർ, അതായത് ഒരുപാട് റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ബെസ്റ്റ് ടയർ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ നമ്മൾ ജെറി ക്യാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ക്ലാമ്പ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ജെറിക്കാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അത് ആൾ വീട്ടിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആൾ സൈഡിൽ സ്റ്റേയിലാണ് ജെറിക്കാൻ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നോർമലി ജെറിക്കാനൊക്കെ ഇവിടെ ക്രാഷ് ഗാർഡിൻ്റെ ഭാഗത്താണ് വെക്കാറ്. പിന്നെ ടോപ്പ് ബോക്സ് ഓൾറെഡി ഇതിലുള്ളതാണ്. ആളത് ഒരു ബ്ലൂ റാപ്പൊക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റേസിൻ്റെ ടയർ തന്നെയാണ് ബാക്കിലും യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ. പിന്നെ മെയിനായിട്ടുള്ളൊരു ഹൈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിലൊരു ഫോഗ് ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഫോഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ HJGയുടെ ഫോഗ് ലൈറ്റാണ്. ഇത് ഡുവൽ കളർ വിത്ത് പ്രൊജക്ഷനാണ്. അപ്പോൾ ഇതിൽ 2 കളറ് ഉണ്ടാവും, വൈറ്റും യെല്ലോയും. നല്ലൊരു ലുക്കാണ് ഈ വണ്ടിക്ക് ഈ കളറും ഫോഗ് ലൈറ്റൊക്കെ കൊടുക്കുന്നത്. പിന്നെ അങ്ങനെയൊക്കെ എന്തായാലും വണ്ടി ഒരു അടിപൊളി ആക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു BMW 1250യുടെ ഒരു അനിയനാക്കി വെച്ചിട്ടുണ്ട് ഈ വണ്ടി. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടിക്ക് ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് കൊടുക്കുക. ഓൾ ഇന്ത്യ ട്രിപ്പ് എന്തായാലും ഓൾമോസ്റ്റ് മറ്റന്നാ പോകുന്നു തോന്നുന്നു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കാണ് ചെയ്തത്. ഇതിൻ്റെ ചെയിൻസ് പോക്കറ്റ് മാറ്റാനാണ് ഇന്ന് വന്നത്. നമ്മൾ റോളോ ഉണ്ട് ടൂറിങ് കിറ്റ് എന്നുള്ളൊരു ചെയിൻസ് പോക്കറ്റാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. ഈ ടൂറിങ് കിറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ലൂബും കാര്യങ്ങളൊക്കെ കുറച്ച് മതി. പിന്നെ ഒരുപാട് കിലോമീറ്റർ പോയാലും ലൂബും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് അത്ര മെയിൻ്റെനൻസ് ഒന്നും ഇതിന് വരില്ല. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ സെറ്റാണ്. കണ്ടീഷനിൽ നമ്മൾ സ്റ്റാഫിനോടൊക്കെ ചോദിച്ചല്ലോ, നല്ല അടിപൊളി കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വണ്ടിയൊക്കെ ഉള്ളവർ ഇതുപോലെ മോഡിഫൈ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ഷോപ്പ് വന്നിട്ടുള്ളത് ഒറ്റപ്പാലം, ഈസ്റ്റ് ഒറ്റപ്പാലത്താണ്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വണ്ടി ഇഷ്ടപ്പെട്ടോ, ഇതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ജെറിക്കാൻ വെച്ചൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് ബൈ ഫ്രം ഗാരേജ് 51.